ഹലോ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടൊരു തീർത്ഥാടനം പ്ലസ് ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് വാതിലൊക്കെ അടച്ച് അമ്മതേ എവിടെ പോണേക്ക് മുമ്പും അമ്മ ഇങ്ങനെ പ്രാർത്ഥിക്കൂട്ടാ. ഞങ്ങളുടെ അടുത്തും പ്രാർത്ഥിക്കാൻ പറയാറുണ്ട്, ഞങ്ങൾ ചിലപ്പോൾ മറന്നാകും പോകും. അപ്പോൾ അങ്ങനെ ഞങ്ങളിതേ ഫസ്റ്റ് തന്നെ പോണത് ചെമ്പൂത്ര അമ്പലത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് അവിടെ എത്തി കുറച്ച് വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തു. ഞങ്ങൾ ചരടൊക്കെ പൂജിച്ച് എടുത്തായിരുന്നു കേട്ടോ. ഓൾറെഡി എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് അത് ഒരു മാസമൊക്കെ കഴിഞ്ഞായിരുന്നു. അപ്പോൾ പിന്നെ വേറെ ഒരെണ്ണം കൂടി പൂജിക്കാമെന്നൊക്കെ വെച്ച് അങ്ങനെ അതൊക്കെ പൂജിച്ച് കെട്ടി. ഇന്ന് നമ്മൾ 3 അമ്പലത്തിൽ പോകുന്നുണ്ട് കേട്ടോ ടോട്ടൽ. ഇങ്ങനെ ഇട ദിവസം കിട്ടുമ്പോഴല്ലേ പോകാൻ പറ്റില്ല, അത് തന്നെ ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. ഭയങ്കര വെയിലാണ് കേട്ടോ, കണ്ട ഉടുക്കത്തെ വെയിലെന്ന് വെച്ചാൽ ഉടുക്കത്തെ വെയിൽ, കണ്ണു പോലും തുറക്കാൻ പറ്റില്ല, അതേപോലെ വെയിൽ. രാവിലെ ഇതൊരു 8 മണി 8:30 ആയിട്ടുള്ളൂ കേട്ടോ. ഞങ്ങൾ 6:30 ഇപ്പോൾ ഇവിടെ നിന്ന് പോയതാണ്. ഭയങ്കര വെയിൽ, ഒടുക്കത്തെ ചൂട്, എൻ്റെ പൊന്നെ സഹിക്കാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ അടുത്തത് വടക്കുന്നാഥനിലെത്തി. അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നല്ല ഒരു പോസിറ്റീവ് വൈബ് തന്നെയാണ് കേട്ടോ. ഈ 3 അമ്പലത്തിലായാലും നല്ലൊരു എന്താ പറയുക പോസിറ്റീവ് വൈബാണ്. അത് പോയവർക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മളിതേ തൊഴുതൊക്കെ ഇറങ്ങിയപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. നിറയെ വണ്ടികളും ഇതിനൊക്കെ കൂടുതൽ തിരക്കുണ്ടാവും. ഇന്നിപ്പോൾ ഇട ദിവസമായ കാരണം തോന്നുന്നു ഇത്ര അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു അകത്ത്. ഞങ്ങൾ തൊഴുതിറങ്ങി. ഇനിയിപ്പോൾ നെക്സ്റ്റ് അമ്പലത്തിൽ പോവാം. അടുത്തത് നമ്മൾ പോണത് പാറമേക്കാവ് അമ്പലത്തിലാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എല്ലാവരും പറയും വടക്കുന്നാഥനിൽ പോയിട്ട് പാറമേക്കാവ് പോകണമെന്ന്. ഞങ്ങളാദ്യം തലതിരിച്ചൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഓരോരുത്തർ പറഞ്ഞു തന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായേട്ടാ. അപ്പം അങ്ങനെ ഞങ്ങൾ പാറമേക്കാവ് എത്തി. അവിടെ വണ്ടിയൊക്കെ ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കുറേ വണ്ടിയൊക്കെ വന്നിട്ടേ. പിന്നെ അകത്തത്തെ വീഡിയോ ഞാൻ എടുക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അവിടെയൊക്കെ തൊഴുതിറങ്ങിയിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടാണ്. അപ്പോൾ 3 അമ്പലത്തിലെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെപ്പോൾ ഈ പാറമേക്കാവ് വന്നാലും ഇവിടെ നിന്ന് കേട്ടോ ഫുഡ് കഴിക്കുക. അത്യാവശ്യം നല്ല ഫുഡൊക്കെയാണ്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മസാല ദോശയും ചായയാണ് പറഞ്ഞത്. അപ്പോൾ അതേ ഞങ്ങളുടെ മസാല ദോശയൊക്കെ വന്നു. നല്ല സൂപ്പർ വടയായിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് നല്ല ചൂടായിട്ടുള്ള വട. കാണുമ്പോൾ തന്നെ നല്ല രസമല്ലേ, അതേപോലെ കഴിക്കാനും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഗീതമ്മ കിട്ടിയ വശം തന്നെ തുടങ്ങി അറ്റാക്കിങ് തുടങ്ങി. പിന്നെ ഇപ്പം എൻ്റെ ഊഴം വന്നു. ഞാനാണെങ്കിൽ വീഡിയോ എടുക്കണാനും ഭയങ്കര റോളിലൊക്കെയാണ് കേട്ടോ കഴിക്കണേ. അല്ലെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ കഴിക്കുക. അപ്പോൾ അതേ എൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ നല്ല ചൂടും ഉണ്ടായിരുന്നു. ചേട്ടനാണെങ്കിൽ അറിഞ്ഞിട്ടും കൂടി ഇല്ല വീഡിയോ എടുക്കണത്. അറിയാത്ത ഭാവത്തിലിരിക്കണതല്ല കേട്ടോ, അറിഞ്ഞിട്ടില്ല ഞാൻ വീഡിയോ അവിടെ ഓണാക്കി വെച്ചേക്കണത്. പുള്ളിക്കാരൻ അറിഞ്ഞിട്ടില്ല. പിന്നെ എൻ്റെ നെറ്റത്ത് കണ്ടാൽ മനസ്സിലാവും 3 അമ്പലത്തിൽ പോയതല്ലേ. അപ്പോൾ അവിടുത്തെ പ്രസാദമൊക്കെ കിട്ടുമ്പോൾ എനിക്കാണെങ്കിൽ കുറിയൊക്കെ തൊടാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ 5 സെൻറ്റ് നെറ്റിയുള്ള കാരണം കുഴപ്പമില്ല. 10 അമ്പലത്തിൽ പോയാലും എല്ലായിടത്തും കുറി തൊടാനുള്ള സ്ഥലം ദൈവം സഹായിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. വട എടുത്തപ്പോഴാണ് മനസ്സിലായത് നല്ല ചൂടാന്ന്. കണ്ട ഞാൻ അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട് നല്ല ചൂടാന്ന്. അമ്മ ഓൾറെഡി പറഞ്ഞായിരുന്നു ചൂടാന്ന്, പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വടയൊക്കെ എടുത്ത് ഞാൻ നല്ല തട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഗീതമ്മ അവിടെ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സ്ലോ ഒക്കെ ആയിട്ട് കഴിച്ചു തുടങ്ങിയ ആൾ. രാഹുലിൻ്റെ ഫുഡടി അപ്പം തന്നെ തീർന്നു. ചായയൊക്കെ കുടിച്ചു തുടങ്ങിയ ആൾ. ഞാനിവിടെ മസാല ദോശ വെച്ചുകൊണ്ടിരിക്കുക. പിന്നെ അമ്മയ്ക്ക് ട്രഷറി പോകണമായിരുന്നു കാശ് വാങ്ങിക്കാനായിട്ട്. അപ്പം അതിന് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ കണ്ടതാണ് കേട്ടോ ഒരു ആനവണ്ടി പോണത്. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി വെറുതെ വീഡിയോ എടുത്താം. അപ്പോൾ അമ്മയ്ക്ക് കുറച്ച് പ്രിൻ്റ് ഔട്ട് എടുക്കണമായിരുന്നു. അപ്പോൾ കുന്തം എന്ന് പറഞ്ഞ ഫോട്ടോസ്റ്റാറ്റ് കുറച്ചൊക്കെ ഫേമസ് അല്ലേ. അപ്പോൾ അവിടെ പോയി. ഈ ചേച്ചി ഉണ്ടല്ലോ, ഈ ചേച്ചി ഒരു 1.5 ചേച്ചിയാണ് കേട്ടോ. എൻ്റെ ദൈവമേ, നമ്മളപ്പുറത്തെ വഴി കൂടെ പോയ ആൾ വിളിച്ചു വരുത്തും ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനാണോ എന്ന് ചോദിച്ചിട്ട്. പിന്നെ അവിടെ നിന്ന് 300 പ്രിൻ്റ് ഔട്ട് എടുത്തു. അപ്പോൾ അവിടെ നിന്ന് ആകെ ബോറടിച്ചപ്പോൾ ഞാൻ എടുത്താട്ടോ വീഡിയോ. ഞങ്ങളുടെ കയ്യിലൊക്കെ ഫുള്ള് പ്രിൻ്റ് ഔട്ടും കാര്യങ്ങളും. ഞങ്ങൾ കാശൊക്കെ കൊടുത്ത് തിരിച്ചിറങ്ങി അമ്മയുടെ അടുത്തേക്ക് പോയി. അമ്മ ട്രഷറിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ട്രഷറിയിൽ എത്തിയിട്ട് അമ്മ അവിടെ കാശ് വാങ്ങിക്കുക. അമ്മയുടെ സാലറി വന്നിട്ടുണ്ട്, അപ്പോൾ അതെടുക്കാൻ പോയതാണ്.
അപ്പം അമ്മ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ സൂം ചെയ്ത് അമ്മ ഇപ്പോഴും ഞങ്ങളെ കണ്ടത്. ഇത് എന്നെ കണ്ടപ്പോൾ ചിരിയാണ് കേട്ടോ, കള്ളച്ചിരി. അപ്പം ഞങ്ങൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട് പുറത്ത് വെയിറ്റ് ചെയ്തിരുന്നു. പ്രിൻ്റ് ഔട്ടൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വന്നു. അമ്മേനെ അവിടെ ട്രഷറിയുടെ അവിടെ ഇറക്കിയിട്ടാണ് ഞങ്ങൾ പോയത്. പിന്നെ ഇത് ഇറങ്ങി അപ്പോൾ ചേട്ടൻ ചോദിക്കുകയാണ് കാശിൻ്റെ കാര്യങ്ങളൊക്കെ എത്ര കിട്ടി അങ്ങനെ ഇങ്ങനെയൊക്കെ. പിന്നെ ഞങ്ങൾ അടുത്ത് പോയത് സ്റ്റുഡിയോയ്ക്ക് പോയിട്ടാണ്. അമ്മയ്ക്ക് കാശൊക്കെ കിട്ടിയതല്ല. അപ്പം അമ്മ പറഞ്ഞു എന്തെങ്കിലും ഞാൻ വാങ്ങിച്ചു തരാൻ, ഡ്രസ്സ് എന്താ വേണ്ടതെന്ന് വെച്ചാൽ വാങ്ങിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഡ്രസ്സ് വാങ്ങിക്കാൻ പോയി. ഞാൻ ഇപ്പം ഇട്ടേക്കണ ഈ ജീൻസ് ഞാൻ എടുത്താ കേട്ടാ. പിന്നെ ഞങ്ങൾ ചെരുപ്പ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട ചെരുപ്പിൻ്റെ ഇതില്ല. ഞാൻ ഇപ്പോൾ ഇട്ട് നിൽക്കുന്ന ചെരുപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിൻ്റെ സൈസ് ഉണ്ടായിരുന്നില്ല. ഒരു സൈസും കൂടി എക്സ്ട്രാ വേണമായിരുന്നു. ഇത് അമ്മയ്ക്കും ചേട്ടനൊക്കെ ഇഷ്ടപ്പെട്ടു, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ സൈസ് ഇല്ലാത്തതിൻ്റെ വിഷമമാണ് എൻ്റെ മുഖത്ത് കാണുന്നത്. പിന്നെ ഞാൻ ഒരു ലിപ്സ്റ്റിക്കൊക്കെ എടുത്തു. നമ്മൾ അവിടെ വെച്ച് നോക്കുമ്പോൾ കാണുന്ന ഷെയ്ഡാവില്ല നമ്മുടെ മുഖത്തിട്ടിട്ട് വരുമ്പോൾ. അത് കാരണം ഞാൻ ടെസ്റ്റൊന്നും ചെയ്ത് നോക്കിയില്ല, തോന്നിയത് ഒരെണ്ണം എടുത്തു. പിന്നെ അവരിത് ചേട്ടന് ഡ്രസ്സൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അവിടെ വെറുതെ വീഡിയോ ഒക്കെ എടുത്ത് വെക്കണു. പിന്നെ അവരെയും വിളിച്ച് വരുത്തി ചുമ്മാ ഓരോ വീഡിയോ കോപ്പറേറ്റീവുകളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ എന്നിട്ട് ഞങ്ങൾ അവന് ചെരുപ്പൊക്കെ വാങ്ങിച്ചു. എനിക്ക് ജീൻസ്, ലിപ്സ്റ്റിക്ക് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അവൻ സ്റ്റിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കളക്ഷൻസൊക്കെ ഉണ്ട്, പക്ഷെ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഞങ്ങളതൊക്കെ നോക്കി ചെരുപ്പും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടോ. അയ്യോ ആ ചെരുപ്പിനകത്ത് എന്തോരം ചെളിയ. ഞാൻ ഇപ്പോൾ വീഡിയോ എടുത്തപ്പോഴാട്ടോ അത് കാണുന്നത്. അപ്പോൾ അതേ ചേട്ടൻ ഇങ്ങനെ നോക്കി നടക്കുകയാണ് ഓരോ ചെരുപ്പും ഷൂവും കാര്യങ്ങളൊക്കെ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ ബില്ലൊക്കെ അടിക്കുകയാണ്. ബില്ലടിച്ച് വന്നപ്പോൾ ഒരു 1600 എത്രയും രൂപ ആയിട്ടാണ്. പറയുമ്പോൾ 4 സാധനം വാങ്ങിച്ചുള്ളൂ. അത്രയും കാശ് കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഞങ്ങൾ അതൊക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് ഇറങ്ങി. കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് സൈനപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള കടയിൽ. നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അവിടേക്കാട്ടോ ഞാൻ ആദ്യമായിട്ട് അവിടേക്ക് പോണത്. അപ്പോൾ ഞങ്ങൾ മാപ്പൊക്കെ ഇട്ട് അങ്ങോട്ട് പോയിട്ടാണ്. ഞങ്ങളവിടെ എത്തി. സൈനപ്പ് നല്ല രസമായിട്ടോ. അകത്ത് കയറുമ്പോൾ ഞാൻ വിചാരിച്ചില്ല എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന്. ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, 1-2 വട്ടം കണ്ടിട്ടുണ്ട്. പക്ഷെ അവിടെ പോകുമ്പോൾ നല്ല രസമാണ് കേട്ടോ. ഒരു പഴയ കാലത്ത് വീട് അവർ നല്ല രീതിക്ക് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല കളക്ഷൻസും ഉണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ കുറേ എനിക്ക് തോന്നുന്നു ഒരു 4-5 ടോപ്പ് ഞാൻ എടുത്തിട്ട് ട്രയൽ റൂമിൽ പോയി ട്രയൽ ചെയ്ത് നോക്കി. എന്നിട്ട് അതിൽ നിന്ന് ഒരെണ്ണമാണ് ഞാൻ എടുത്തത്. ഞാൻ കുറേ ഡ്രസ്സൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്താണെന്നറിയില്ല. എന്ന് വെച്ചാൽ ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഡ്രസ്സ് കാണാനൊക്കെ നല്ല രസമുണ്ട്. കുറേ നല്ല കൊറിയൻ ടോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എൻ്റെ ഡ്രസ്സൊക്കെ അപ്പോഴത്തേനും സെലക്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ചേട്ടൻ്റെ നോക്കാൻ പോയി. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുക. അമ്മ അപ്പോൾ അവിടെ നിന്ന് പറയുന്നുണ്ട് ബ്ലാക്കും വൈറ്റും ഒന്നും വേണ്ട, ഉള്ളത് മൊത്തം ബ്ലാക്കും വൈറ്റാണ്, എനിക്കുള്ളത് മൊത്തം പച്ചയെന്ന് പറയും കേട്ടോ. അപ്പോൾ അവരിങ്ങനെ നോക്കി നടക്കുന്നുണ്ട്. കുറേ ഞങ്ങൾ നോക്കിയിട്ടാ. നല്ല സെലക്ഷൻസ് ഉണ്ട്. നല്ലോണം നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ഡ്രസ്സുകളുണ്ട്. നമുക്ക് നോക്കി ട്രയലൊക്കെ ചെയ്തെടുക്കണം. മുകളിലാണ് ബോയ്സിൻ്റെ, താഴെയാണ് ഗേൾസിൻ്റെ ഒക്കെ വരുന്നത്. അപ്പോൾ അതേ നല്ല ഭംഗിയായിട്ടാണ് കാണാനായിട്ട്. അവിടുത്തെ ആൾക്കാരെ ഫോട്ടോയാന്ന് തോന്നുന്നുണ്ട്, ഈ വീടിൻ്റെ ഉടമസ്ഥരാന്ന് തോന്നുന്നു, അറിയില്ല. അപ്പോൾ ഞങ്ങൾ മുകളിലത്തെ ഇതൊക്കെ കഴിഞ്ഞ് താഴേക്ക് വന്നു. എന്നിട്ട് ഞങ്ങൾ ബില്ലിങ്ങൊക്കെ ചെയ്തു. ബില്ല് ചെയ്ത് വന്നപ്പോൾ ഒരു 1600 സംതിങ് തന്നെയായി ഇവിടെ ആയതൊന്നുമുണ്ട്. അതെ 1600 എത്രയും രൂപയും. അപ്പോൾ ഞങ്ങളെ അവിടുത്തെ ഷോപ്പിംഗ് കഴിഞ്ഞ് ഞങ്ങളിത് നേരെ വീട്ടിലേക്ക് വന്നു. ഒടുക്കത്തെ ചൂടായ കാരണം വേഗം വീട്ടിൽ വന്നു കേട്ടോ. ഒരു സ്ഥലത്ത് പോലും നിർത്തിയില്ല, വേഗം വീട്ടിൽ വന്നു. നല്ല ചൂടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു വീട് ഇങ്ങനെ കാണിച്ചായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ വീട് കേട്ടോ. ഞങ്ങളത് വീട്ടിലെത്തി.